ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നാം ഇവിടെ പറയുവാൻ പോകുന്നത് ക്രാക്ക്ഡ് ഹീൽസ് അഥവാ കാൽ വിണ്ടുകീറുന്ന പ്രശ്നത്തെക്കുറിച്ചിട്ടാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ഈ പ്രശ്നം കണ്ടുവരുന്നു. ഇത് വെറും ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, ചിലപ്പോഴൊക്കെ വളരെ വേദനാജനകമായ ഒന്നായി തീരാറുണ്ട്, പ്രത്യേകിച്ച് തണുപ്പ് കാലത്ത്. ഈ രോഗം മൂലമുള്ള മറ്റ് പ്രശ്നങ്ങളാണ് പാദം ഡ്രൈ ആവുക, സ്കിൻ ഹാർഡാകുക, കാലിൽ പുകച്ചിലും ചുവപ്പ് കളറും കാണപ്പെടുക, കാൽപാദത്തിലെ തൊലി പൊളിഞ്ഞു പോവുക, ചൊറിച്ചിൽ അനുഭവപ്പെടുക, രക്തം കാണുക മുതലായവ. കൃത്യമായ പരിചരണം നൽകിയില്ലെങ്കിൽ പലപ്പോഴും ഈ പ്രശ്നം ഗുരുതരമാവുകയും നടക്കുന്നതിന് പോലും പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യാം. അല്പം ശ്രദ്ധയും ചില മുൻകരുതലുകളും എടുത്താൽ ഈ പ്രശ്നം എളുപ്പത്തിൽ നിയന്ത്രണവിധേയമാക്കാവുന്നതേ ഉള്ളൂ. ആദ്യമായി ഇതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. വരണ്ട ചർമ്മം, വരണ്ട കാലാവസ്ഥ, കാലിന് ശരിയായ പരിചരണം ലഭിക്കാതിരിക്കുക, ചില പോഷകങ്ങളുടെ കുറവ്, പ്രായം, ചിലതരം ജോലി സാഹചര്യങ്ങൾ, ഉപയോഗിക്കുന്ന പാദരക്ഷയുടെ പ്രത്യേകതകൾ, പ്രമേഹം, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ചിലതരം മരുന്നുകളുടെ ഉപയോഗം, ഒമേഗ 3 ഫാറ്റി ആസിഡ്, സിങ്ക്, വിറ്റാമിൻ ഇ, കാൽസ്യം, അയേൺ എന്നിവയുടെ കുറവ് മൂലവും ഈ പ്രശ്നം കാണപ്പെടാറുണ്ട്. ഇനി ഇതിനെ പ്രതിരോധിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് കാലിലെ ചർമ്മം ഹാർഡാകുവാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ്. ഇതിനായി ചെറിയ ചൂടുവെള്ളത്തിൽ അല്പം ഗ്ലിസറിനും ഉപ്പും അല്പം നാരങ്ങാനീരും ചേർത്ത വെള്ളത്തിൽ കാൽ 15 മുതൽ 20 മിനിറ്റ് വരെ മുക്കി വയ്ക്കുക. അതിനുശേഷം സ്റ്റോൺ ഉപയോഗിച്ച് മൃദുവായ ചർമ്മം നീക്കം ചെയ്യുക. അതിനുശേഷം ഉണങ്ങിയ കാൽപാദത്തിൽ അല്പം ഗ്ലിസറിൻ ലോഷൻ പുരട്ടുക. കഴിവതും കിടക്കുവാൻ പോകുന്നതിന് മുൻപ് ഇത് ചെയ്യുന്നതാണ് ഉത്തമം. സാധിക്കുമെങ്കിൽ കിടക്കുമ്പോൾ കോട്ടൺ സോക്സ് ഉപയോഗിക്കുക. ഇത് ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്തുവാൻ സഹായിക്കും. ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ പതിവായി ചെയ്യുക. അപ്പോഴേക്കും വ്യത്യാസം നിങ്ങൾക്ക് അറിയുവാനാകും. അതുപോലെ തന്നെ ഒരിക്കൽ കാൽ പൂർണ്ണമായും സോഫ്റ്റ് ആവുകയും വിള്ളൽ അപ്രത്യക്ഷമാവുകയും ചെയ്താൽ വീണ്ടും കാൽപാദങ്ങളും ഉപ്പൂറ്റിയും കട്ടിയാകാൻ അനുവദിക്കരുത്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തുടർന്നും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പ്രത്യേകം ഓർമ്മിക്കുക, എണ്ണ ഒരു നല്ല പ്രകൃതിദത്ത മോയ്സ്ചറൈസറാണ്. ഇതിനായി വെളിച്ചെണ്ണ, എള്ളെണ്ണ, ബദാം ഓയിൽ, ഒലിവ് ഓയിൽ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഉപയോഗിക്കുന്നതിന് മുൻപായി കാൽ വൃത്തിയായി ചെറു ചൂടുവെള്ളത്തിൽ കഴുകുവാൻ ശ്രദ്ധിക്കണം. സ്റ്റോൺ ഉപയോഗിച്ച് കാൽ വൃത്തിയാക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. അതിനുശേഷം കിടക്കുന്നതിന് മുൻപായി മുകളിൽ പറഞ്ഞ എണ്ണയിൽ ഏതെങ്കിലും ഒന്ന് അല്പം പുരട്ടി സോക്സ് ഉപയോഗിച്ച് കിടക്കുക. വളരെ പെട്ടെന്ന് വ്യത്യാസം അറിയുവാൻ സാധിക്കും. അതുപോലെ തുളസി, ആര്യവേപ്പില, പച്ചമഞ്ഞൾ എന്നിവ അരച്ച് കാലിൽ പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുന്നതും വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ റോസ് വാട്ടറും ഗ്ലിസറിനും ചേർത്ത മിശ്രിതം കാലിൽ പുരട്ടുന്നതും വളരെയധികം ഗുണം ചെയ്യും. അതുപോലെ ചെറുനാരങ്ങാനീര് കാലിൽ പുരട്ടുന്നത് കാലിലെ നശിച്ച കോശങ്ങളെ നീക്കി ചർമ്മം മൃദുവാക്കുന്നതിന് സഹായിക്കും. പ്രത്യേകം ഓർമ്മിക്കുക, മുൻപേ പറഞ്ഞ ഏതൊരു പൊടിക്കൈയും ഉപയോഗിക്കുന്നതിന് മുൻപായി കാൽ ചെറു ചൂടുവെള്ളത്തിൽ 10 മുതൽ 15 മിനിറ്റ് വരെ കുതിർത്ത് സ്റ്റോൺ ഉപയോഗിച്ച് കട്ടിയായ നശിച്ച സ്കിൻ കളയുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു മാർഗം ഉപയോഗിക്കുക. അതിനുശേഷം എല്ലായ്പ്പോഴും കാലിന് ആവശ്യമായ പരിചരണം നൽകുകയും സ്കിൻ കട്ടിയാകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.